ഹായ് ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. നമ്മളിന്നുള്ളത് ട്രിവാൻഡ്രത്ത് സൂ ആൻഡ് മ്യൂസിയത്തിലാണ്. നമ്മൾ സൂവിലാണ് പോകുന്നത്. മ്യൂസിയത്തിൽ നമുക്ക് കയറാൻ ടൈം കിട്ടിയില്ല. സൂ ഇപ്പം ചെറിയ കുഞ്ഞുങ്ങൾക്കൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരു കാര്യമാണല്ലോ. അതുകൊണ്ട് തന്നെ മോനുള്ള കാരണം ഞങ്ങൾ സൂ കാണാനാണ് പോയത്. ടിക്കറ്റ് എടുത്തിട്ടാണ്. അവിടെ പാർക്കിങ്ങിന് ഒരു 155 റുപ്പീസ് കൊടുക്കണം, കാറ് പാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. അത് കഴിഞ്ഞിട്ട് ടിക്കറ്റിന് പെർ പേഴ്സൺ 30 റുപ്പീസാണ്. 5 വയസ്സിന് മുകളിലുള്ള കുട്ടികൾക്ക് മാത്രം ടിക്കറ്റ് എടുത്താൽ മതി. 5 വയസ്സിൽ താഴെയുള്ളവർക്ക് ഫ്രീ ആണ്. നമ്മുടെ ഇന്ത്യൻസിന് 30 റുപ്പീസും ഫോറിനേഴ്സിന് 200 റുപ്പീസുമാണ് അവിടെ ടിക്കറ്റ് റേറ്റ് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. അവിടെ നമ്മൾക്ക് ഇങ്ങനെ ബഗ്ഗിയിൽ കൊണ്ടുപോകുന്നതുകൊണ്ട്, പക്ഷെ അത് ഒരുപാട് ടൈം എടുക്കുന്നതാണ്. കുറേ പേരായാൽ മാത്രമേ കൊണ്ടുള്ളൂ എന്നതുകൊണ്ട് നമുക്ക് നടന്ന് കാണാൻ പറ്റും, പക്ഷെ കുറച്ചധികം ദൂരം നടക്കാനുണ്ട്. കുറേ ദൂരം നടക്കാനുണ്ട്. നടക്കാം എന്നുള്ളവർക്ക് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് നടന്ന് കാണാം. കുഞ്ഞുങ്ങളെയൊക്കെ കൊണ്ടുപോകുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടാണ്. കുറച്ച് നടന്ന് കഴിയുമ്പോഴേക്കും അവർക്ക് ബുദ്ധിമുട്ടാവും. മോനൊക്കെ ലാസ്റ്റ് ആയപ്പോഴേക്കും അവന് തീരെ വയ്യാതായി. മീൻസ് അല്ലാതെ കുഞ്ഞുങ്ങൾക്ക് അറിയുമല്ലോ കാലിൽ നടക്കാൻ വയ്യാതെ. അപ്പം നമ്മളിങ്ങനെ ഇറങ്ങുമ്പോൾ തന്നെ ഇങ്ങനെയാണ് അവിടെ സൂവിൻ്റെ ഉൾഭാഗം വരുന്നത്. നിറയെ മരങ്ങളായിട്ട് ഭയങ്കര ഗ്രീനറി ആയിട്ട് നല്ല ഭംഗിയാണ് കേട്ടോ അതിൻ്റെ ഉള്ളിൽ. അങ്ങനെ ഒരു സ്ഥലം ആ സിറ്റിയുടെ നടുക്കുണ്ടെന്ന് പോലും നമുക്ക് അത്ഭുതം തോന്നി പോകും. അത്രയ്ക്ക് ഭംഗിയാണ് അതിൻ്റെ ഉൾഭാഗം. മൃഗങ്ങളുടെ കാണുന്നതിനേക്കാളും നമുക്ക് ആ മരങ്ങളും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ തന്നെ ഭയങ്കര മൈൻഡിനൊരു റിലാക്സേഷനാണ്. അതിൻ്റെ ആ ഉള്ളിലോട്ട് കിടക്കുമ്പോൾ തന്നെ ഒരു തണുപ്പും നല്ലൊരു ഗ്രീൻ കളേഴ്സും എല്ലാം നല്ലതാണ്. ഫസ്റ്റ് നമുക്ക് തന്നെ ഈ ഇതാണ് ഇതെന്തായിരുന്നു, ഗൗർ, ഇതിൻ്റെ പേരാണ് ഗൗർ, അല്ലെങ്കിൽ ഇന്ത്യൻ ബുഫല്ലോ അങ്ങനെന്തോടെ പറയുന്നതിന്. കാട്ടുപോത്ത് എന്ന് നമ്മൾ പറയില്ലേ, ഇത് ഇന്ത്യൻ ഗൗറാണ്. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇപ്പുറത്ത് വരുന്നത് ഒരു കുരങ്ങനാണ്. ഇതെല്ലാം ഇവിടുത്തെ എല്ലാം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് എല്ലാം ഇങ്ങനെ അവർക്കായിട്ടൊരു സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. അവരുടേതായിട്ടുള്ള രീതിയിൽ ജീവിക്കുന്ന രീതിയിൽ കേജിലിട്ട് വെച്ചിരിക്കുന്നത് വളരെ കുറവേ ഉള്ളൂ. അങ്ങനെ അവർക്കൊരു ഊഞ്ഞാല് അങ്ങനത്തെ സെറ്റപ്പ് എല്ലാം ചെയ്തു കൊടുത്തിട്ട് അവരുടേതായ ആവാസ വ്യവസ്ഥയിൽ അവരെ വളർത്തുന്ന, അവർക്ക് ഇങ്ങോട്ട് കടക്കാതിരിക്കാൻ വേണ്ടിയിട്ട് അവിടെ ഒരു ചെറിയൊരു കിടങ്ങ് പോലത്തെ ഒരു സെറ്റപ്പൊക്കെ ചെയ്തിട്ടുണ്ട്. നമ്മൾ പിന്നെ ഇങ്ങനെ നടന്നു പോകുമ്പോൾ ഈ ഭാഗത്തെല്ലാം കുരങ്ങന്മാരാണ്. ഓരോരോ ടൈപ്പ് ഓഫ് മങ്കീസാണ് ഇവിടെ എല്ലാം ഉള്ളത്. അതെല്ലാം കണ്ട് നമ്മൾ നടന്ന് നല്ലൊരു മൈൻഡിനൊരു നല്ലൊരു റിലാക്സേഷനും ഒരു കണ്ണിനൊരു കുളിർമയൊക്കെ തരുന്ന ഒരു സ്ഥലമാണ് ഈ സൂ. നമ്മൾ ഫസ്റ്റ് കയറുമ്പോൾ നമ്മൾ വിചാരിക്കും 155 റുപ്പീസ് വണ്ടിക്ക് പേ ചെയ്യാൻ അത് കുറച്ച് കൂടുതലല്ലേ എന്നൊക്കെ നമുക്ക് തോന്നും. പക്ഷെ അതിൻ്റെ ഉള്ളിൽ കയറി ലാസ്റ്റ് എത്തുമ്പോഴേക്കും നമുക്ക് ഓക്കെ 155 പേ ചെയ്തത് നമുക്ക് വേർത്താണ് എന്ന് നമുക്ക് തന്നെ ഫീൽ ചെയ്യും. അപ്പോൾ അത് പേ ചെയ്യേണ്ടി വന്നു എന്ന് വെച്ചിട്ട് നമ്മൾ കയറാതിരിക്കുന്നത് വേറെ നഷ്ടമായിരിക്കും. നമുക്ക് നടക്കാം, അല്ലെങ്കിൽ അങ്ങനെ ആരോഗ്യ പ്രശ്നങ്ങളൊന്നും ഇല്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് കയറി കാണുന്നത് വളരെ നല്ലൊരു കാര്യമാണ്. കുറേ കാര്യങ്ങൾ കാണാൻ പറ്റും. ഇതൊരു വേറെ ടൈപ്പ് ഓഫ് മങ്കി, നമ്മൾ കോമൺ ആയിട്ട് കാണുന്ന ടൈപ്പ് ഓഫ് മങ്കിയാണ് ഇത്. ഇതെല്ലാം ഓരോന്നേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. വേറെ ഏതൊരു സിംഹവാലൻ കുരങ്ങ് പോലത്തെ ഏതൊരു കുരങ്ങനാണ്, അല്ല മീൻസ് സന്യാസി കുരങ്ങനോ അങ്ങനെ എന്തോ പറഞ്ഞിട്ടായിരുന്നു അത് മാത്രമേ ഉണ്ടായിരുന്നത്. പിന്നെ ഇങ്ങനത്തെ കുറച്ച് ബേർഡ്സ് ഉണ്ട്. ഇത് പഞ്ചവർണ്ണത്തത്ത അങ്ങനത്തെ ടൈപ്പ് ഉണ്ടല്ലോ, അതിന് ഇംഗ്ലീഷിൽ വേറെ എന്ത് പേരൊക്കെയാണ് പറയുന്നത്, അതൊക്കെയായിരുന്നു. ഇത് ഭയങ്കര സൗണ്ട് ഉണ്ടാക്കലായിരുന്നു. ആ സൗണ്ട് എനിക്ക് ഇതിലിടാൻ പറ്റിയില്ല. അവിടെ ഭയങ്കര കുറേ സ്കൂൾ കുട്ടികൾ വന്നിട്ടുണ്ട് അന്ന്, ടൂർ തമിഴ്നാട്ടിൽ നിന്ന് എങ്ങോട്ടുള്ള. അവർക്ക് ഭയങ്കര ബഹളമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് എനിക്ക് സൗണ്ട് ഇടാൻ പറ്റിയില്ല. നല്ല ഭംഗിയുണ്ടായിരുന്നു ഇതിന്. കാരണം ഇങ്ങനത്തെ കേജിലിട്ട് വയ്ക്കുമ്പോൾ പക്ഷെ ആ ഒരു ഭംഗി നമുക്ക് ശരിക്ക് അറിയാൻ പറ്റില്ല ഈ കുഞ്ഞു കള്ളിയായിട്ടുള്ള കേജിലിടുമ്പോൾ. ഇത് പിന്നെ വേറൊരു ടൈപ്പ് ഓഫ് പാരറ്റ് തന്നെയാണ്. സൗണ്ട് അത് കഴിഞ്ഞ് പിന്നെ അങ്ങോട്ട് പോകുമ്പോൾ നമുക്ക് ഒരു വെള്ള കളറിലുള്ളൊരു പാരറ്റ് ടൈപ്പ് ഓഫ് ഇതാണ്. പിന്നെ നമുക്ക് മൾട്ടി കളറായിട്ട് നല്ല ഭംഗിയുണ്ട് ഇതിനെ കാണാൻ. നല്ല കളേഴ്സാണ് ഇതിൻ്റെ ഈ തത്തയ്ക്ക്. അടിപൊളി കളേഴ്സാണ് ഇവർക്ക്. ഇവരും അതെ നല്ല സൗണ്ടും ബഹളമൊക്കെ ആയിരുന്നു. ഇതും അതെ, ഈ തത്തകളെ കാണാനും അതെ നല്ല രസമുണ്ടാകും. കുറേ പച്ചത്തത്തകൾ, ഇത്ര തത്തകളെയൊക്കെ ഒരുമിച്ച് ഇങ്ങനെ ഇരുന്ന് കാണാൻ നമുക്ക് എവിടെയായാലും നമുക്ക് ഇങ്ങനെ കാണാൻ പറ്റില്ല. അവർ പെട്ടെന്ന് പറന്നു പോകും. പിന്നെ ഇത് കാട്ടുമൂങ്ങയായിരുന്നു. അതിനെ കാണുമ്പോൾ തന്നെ പേടിയാവും. ഇതിങ്ങനെ സൂക്ഷിച്ചൊക്കെ നോക്കുന്നുണ്ടായിരുന്നു. നമ്മളിങ്ങനെ അതിന് മുകളിൽ ഇങ്ങനെ താത്തി പിടിച്ചിട്ടെടുത്തിട്ടൊക്കെയാണ് കിട്ടിയത്. ഇത് തത്ത അതിങ്ങനെ കിടന്നിങ്ങനെ ബഹളം വെച്ചുകൊണ്ടിരിക്കുന്നു. അതിങ്ങനെ പാത്രം തട്ടിയിട്ട് ഇത്
കാട്ടുകോഴിയാന്ന് തോന്നുന്നു, അങ്ങനെ എന്തോ. ഇതുപോലെ ഇങ്ങനെ മാപ്പൊക്കെ വെച്ചിട്ടുണ്ട്, കുറേ ദൂരം നടക്കാനുണ്ട് കേട്ടോ. ഇതുപോലെ മാപ്പൊക്കെ വെച്ചിട്ടുണ്ട്, നമുക്കിങ്ങനെ കാണാൻ ഏതൊക്കെ ഭാഗത്തുകൂടെ എങ്ങനെ പോയാൽ കാണാം. ഇതാണ് സന്യാസി കുരങ്ങൻ എന്ന് പറഞ്ഞത്. പിന്നെ കുറേ മാനുണ്ട്. ഇതൊക്കെ വേറെ അപ്പുറത്ത് നമുക്ക് ശരിക്കും കാണാൻ പറ്റുന്ന രീതിക്ക്. ഇത് ഞാൻ കുറച്ച് ദൂരെ നിന്ന് സൂം ചെയ്തെടുത്തതായിരുന്നു. പിന്നെ നമുക്ക് വരുന്ന ഇതാണ് സന്യാസി കുരങ്ങൻ. ഇത് മാത്രമേ ഒന്നോ രണ്ടെണ്ണം ഉണ്ടായിരുന്നു. ബാക്കിയുള്ള കുരങ്ങന്മാരെല്ലാം ഓരോന്നേ ഉണ്ടായിരുന്നുള്ളൂ എല്ലാ കേജിലും. ഈ സൈഡിൽ നിൽക്കുന്ന ആ കൊമ്പുള്ള മാനിനെ കാണാൻ നല്ല ഭംഗിയുണ്ട്. ഇതിന് കണ്ണിന് ചുറ്റും ഒരു വെള്ള കളറാണ്, നല്ല രസമുണ്ട് അതിനെ കാണാൻ വേണ്ടി. ഞാൻ അതിന് വേറെ എവിടെ ഇങ്ങനെ കണ്ടിട്ടില്ല. പിന്നെ അവിടെ നമുക്ക് സ്ലോത്ത് ബെയർ ഉണ്ടായിരുന്നു, കരടി 2 ഉണ്ടായിരുന്നു. ഭയങ്കര കാണുമ്പോൾ തന്നെ പേടിയാവും. ആൾക്കാരെ കാണുമ്പോൾ അവരിങ്ങോട്ട് ചാടാൻ നിൽക്കുന്ന രീതിക്കായിരുന്നു അവരവിടെ നിൽക്കുന്നുണ്ടായിരുന്നത്. അപ്പോൾ നമുക്ക് കാട്ടിലൊക്കെ പോകുമ്പോൾ ഏറ്റവും കൂടുതൽ പേടിക്കേണ്ട ജീവിയാണ് ഇതെന്നൊക്കെ നമ്മൾ പറയായിരുന്നു. ഇവരെ കാണുമ്പോൾ നമുക്ക് പേടിയാവട്ടെ, അതൊക്കെ നീട്ടി ഇങ്ങോട്ട് ചാടാനായിട്ട് നിൽക്കുന്ന പോലെ നിൽക്കാൻ ചാൻസ് കിട്ടിയാൽ ചാടും എന്നുള്ള രീതിയിലാണ് നിൽക്കുന്നത്. അപ്പോൾ നമുക്ക് കാണുമ്പോൾ തന്നെ ഇത് വലിയ സൈസില്ല, എന്നാലും പേടിയാവും പെട്ടെന്ന് കാണുമ്പോൾ. അങ്ങനെ കരടീനെ കണ്ടു ഇവിടെ പോയപ്പം. പിന്നെ നമുക്കിവിടെ ഉണ്ടായിരുന്നത് ഇത് നീർനായ. അത് നമുക്ക് അത്ര ഒരു ഇതൊന്നും ഫീൽ ചെയ്തില്ല. നമുക്ക് ജസ്റ്റ് ഇങ്ങനെ കാണാം എന്നുള്ളൊരു ഇത്. പിന്നെ നമുക്ക് കുറേ ബേർഡ്സാണ് ഉണ്ടായിരുന്നത്, കഴുകൻ, പരുന്ത്, പിന്നെ കുറേ ഇങ്ങനെ നമ്മൾ ഈ മൈഗ്രേറ്റിംഗ് ബേർഡ്സ് ഉണ്ടല്ലോ. പിന്നെ ഇതിങ്ങനെ കൊക്കൊക്കെ ഭയങ്കര നീണ്ടിക്ക് നമ്മൾ ഫോട്ടോസിലൊക്കെ കണ്ടിട്ടുള്ള കുറേ പക്ഷികൾ. പക്ഷെ അതും ഈ ഇങ്ങനത്തെ ഒരു കേജിലിട്ടിരിക്കുന്നതിന് നമുക്ക് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുന്നില്ല. പിന്നെ നിറയെ ചെടികളാണ്. ഇങ്ങനെ ഫോണിലൊക്കെ സൂം ചെയ്തിട്ടൊക്കെ നോക്കുമ്പോൾ നമുക്ക് ഒരു നല്ല ഭംഗിക്ക് ഒരു മീൻസ് നമുക്ക് മനസ്സിലാവും എന്താണ് ഏതാണെന്നുള്ളത്. അല്ലാണ്ട് നമുക്കൊന്നും അത്ര ക്ലിയർ ആയിട്ട് കാണാൻ പറ്റില്ലാത്തൊരു പ്രശ്നമുണ്ട്. എന്നാലും നമുക്ക് കുറേ തരം ബേർഡ്സിനൊക്കെ നമുക്ക് കാണാൻ പറ്റും. ഇതവിടെ നിൽക്കുന്ന ഒരു മോളെയാണ് എനിക്ക് കണ്ടപ്പോൾ നല്ല ഭംഗി തോന്നി, അതിൻ്റെ ആ ഒരു തണ്ടും ആ ഒരു കളറും എല്ലാം. അങ്ങനെ കുറേ മരങ്ങളുണ്ട് കേട്ടോ, ഇഷ്ടം പോലെ മരങ്ങളുണ്ട് ഇതിനുള്ളിൽ. ഇത് സിംഹം, 2 സിംഹമാണ് അതിൻ്റെ ഉള്ളിലുണ്ടായിരുന്നത്. ഒരു മെയിലും ഒരു ഫീമെയിലും. ഒരാൾ ഭയങ്കര ഉറക്കം, ഒരനക്കമില്ല. ഒരാൾ ഇവിടെ കിടന്ന് തലകുത്തി മറിയുന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മളൊരു ഉച്ച സമയത്താണ് പോയത്. ഇവിടെ ഒരു 2 o'clock ശേഷമാണ്. ഇങ്ങനെ എല്ലാ മൃഗങ്ങളും, ഇങ്ങനത്തെ വലിയ മൃഗങ്ങളെല്ലാം ഭക്ഷണം കഴിച്ച് ഉറക്കമായിരുന്നു. കടുവയൊക്കെ നമ്മൾ ചത്ത് കിടക്കുന്ന പോലെ കിടന്നുറങ്ങുന്നുണ്ടായിരുന്നു. എല്ലാ മൃഗങ്ങളും ഒരെണ്ണം പോലും ഞാൻ എണീച്ച് നടക്കുമ്പോൾ പുള്ളിപ്പുലി മാത്രമേ ഞാൻ കണ്ടുള്ളൂ. പിന്നെ ഉണ്ടായിരുന്നത് ഇത് എമു ആണ്. എമു ഉണ്ടായിരുന്നു. പിന്നെ ഹിപ്പോപ്പൊട്ടാമസ് കുറേ ഉണ്ടായിരുന്നു. ഇത് 5-6 ഹിപ്പോപ്പൊട്ടാമസ് ഉണ്ടായിരുന്നു. നല്ല വണ്ണത്തിലുള്ള ഹിപ്പോപ്പൊട്ടാമസ്. ഒരു കുട്ടിയൊക്കെ ഉണ്ടായിരുന്നു. അതിൽ ഒരു നല്ല ഫുഡൊക്കെ കഴിച്ച് അവിടെ ഇങ്ങനെ ആസ്വദിച്ച് നിൽക്കുന്നുണ്ടായിരുന്നു. അവിടെ എല്ലാ ദിവസവും വെള്ളമൊക്കെ മാറ്റും തോന്നുന്നു. അവിടെ വെള്ളമൊക്കെ അടിക്കുന്നുണ്ടായിരുന്നു അവർക്ക്. പിന്നെ നമ്മൾ കണ്ട സാധനമാണ് റൈനോ. ഇതേവരെ കണ്ടിട്ടില്ല. ഒട്ടിപ്പോൾ നമ്മളിങ്ങനെ നടന്നു വന്നപ്പോൾ ഇങ്ങനെ ആൾക്കാരെ കണ്ടപ്പോഴാന്ന് തോന്നുന്നു മൂപ്പര് ഇങ്ങനെ സ്ലോ മോഷനിൽ ഇങ്ങനെ നടന്ന് ഇങ്ങനെ വന്നു. കൊമ്പൊക്കെ ഒടിഞ്ഞു പോയിട്ടുണ്ടായിരുന്നു. മോൻ ചോദിക്കുന്നത് ഇതിന് കൊമ്പില്ലല്ലോ എന്ന്. അപ്പോൾ കൊമ്പ് എവിടെയോ ഇട്ട് കുത്തിയിട്ടെങ്ങാണ്ട് ഒടിഞ്ഞു പോയതെന്ന് തോന്നുന്നു. മൂക്കിൻ്റെ അവിടെ ഇങ്ങനെ ഒരു പാട് കാണാണ്ട് കൊമ്പിൻ്റെ, പക്ഷെ കൊമ്പില്ല. പക്ഷെ ഈ സംഭവത്തിന് നമ്മൾ കണ്ടപ്പോൾ ഉണ്ടല്ലോ എന്തോ ഒരു അയ്യോ കാണേണ്ടതാണ്. ഇതിങ്ങനെ സ്ലോ മോഷനിൽ നമുക്കിങ്ങനെ ഒരു ഷോ നടത്തുന്ന പോലെ, റാംബോക്കൊക്കെ നടത്തുന്ന പോലെ പുള്ളി ഇങ്ങനെ നടന്നിങ്ങനെ പോയി അറ്റം വരെ പോയി എല്ലാവരും നോക്കി കുറച്ച് നേരത്ത് നിന്ന് പിന്നെ തിരിച്ച് നിന്നു. പിന്നെ ഉണ്ടായിരുന്നു നമുക്ക് സാമ്പടിയറാണ്. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ കലമാൻ. ഇത് കുറേ ഇങ്ങനെ കൂട്ടമായിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ടായിരുന്നു. നമ്മൾ തേക്കടിയൊക്കെ പോകുമ്പോൾ എപ്പോഴും കാണാൻ പറ്റുന്ന സാധനമാണ്. ഇത് ഇങ്ങനെ കുറേ ഇങ്ങനെ നിൽക്കുന്നു. അതൊരു പ്രത്യേകമായിട്ട് എനിക്കെല്ലാം വലിയ ഭംഗി തോന്നിയിട്ടില്ല ഇതിന്. പിന്നെ ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞൊരു മാൻ. ഇതിന് പേരെന്തോ ഉണ്ടായിരുന്നു. അത് അടിപൊളിയായിരുന്നു, നല്ല ഭംഗിയിൽ കാണാം. പിന്നെ കുറേ ഇങ്ങനെ കാട്ടുപോത്തുണ്ടായിരുന്നു. പിന്നെ പുള്ളിമാൻ കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. കുറേ പുള്ളിമാൻ ഇങ്ങനെ കൂട്ടത്തിൽ കിടക്കുന്നത്. പിന്നെ കണ്ട സാധനമാണ് പുള്ളിപ്പുലി. എൻ്റെ പൊന്നു, ഞാൻ അതിശയിച്ചു പോയി. ഞാൻ ആദ്യമായിട്ട് പുള്ളിപ്പുലിനെയൊക്കെ കാണുന്നത്. ഭംഗിയാന്ന് പറയുക, അതിൻ്റെ സ്കിന്നും ആ ഒരു കളറും ആ ഡോട്ട്സൊക്കെ കാണാൻ വേണ്ടിയിട്ട്. ഇതൊക്കെ നമ്മൾ നമുക്ക് വേറെ എവിടെയും ഞാനൊരു സൂലൊന്നും ഇങ്ങനെ കണ്ടിട്ടില്ല കേട്ടോ, പുള്ളിപ്പുലിയൊന്നും. ഇങ്ങനെ നമ്മൾ ട്രിവാൻഡ്രത്ത് ഈ ടൗണിൻ്റെ നടുക്ക് ഇങ്ങനത്തെ ഒരു സംഭവം സെറ്റപ്പൊക്കെ ചെയ്തിട്ടുണ്ട്. അടിപൊളിയാണ്. നമ്മൾ പേ ചെയ്യുന്ന എമൗണ്ടിന് നമ്മൾ വേർത്താണ് ഇവിടെ പോകുന്നത്. നടക്കാനുള്ളൊരു ബുദ്ധിമുട്ടുണ്ടെന്ന് മാത്രം, ബാക്കി വേർത്താണ്. പിന്നെ ഉണ്ടായിരുന്നത് കടുവ.
കുറേ കടുവകളുണ്ടായിരുന്നു. വെള്ളക്കടുവ, വരയൻ കടുവ, അത് പിന്നെ മറ്റേ എന്തായിരുന്നു അതിൻ്റെ പേര്, റൈന, മറ്റേ ലിയോ സിനിമയിലുള്ള സംഭവം, അതിൻ്റെ പേര് മറന്നുപോയി, ഹൈന, ഹൈന, അതൊക്കെ കടന്നു ഓരോറക്കം. പിന്നെ ഇവരും രണ്ടുപേരും ഉറക്കമായിരുന്നു. കുറച്ച് ഞങ്ങൾ പോരാറായപ്പോൾ രണ്ടുപേരും തലപൊക്കി ഇരിപ്പുണ്ടായിരുന്നു. പിന്നെയും കുറേ ഉണ്ടായിരുന്നു. പിന്നെ അപ്പോഴേക്കും ഞങ്ങൾക്ക് നടന്നു വയ്യാതെയും മോനും വയ്യാതെയും, അപ്പോൾ ഞങ്ങൾ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല. കുറേ മാനും കാര്യങ്ങളൊക്കെ ഉണ്ട്, അല്ല മാനല്ല പാമ്പും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ ലാസ്റ്റ് ഇവിടെ എത്താറായപ്പോഴാണ് മയിലിവിടെ പീലിവിടെ നിൽക്കുന്നതാണ്. അപ്പോൾ അതൊന്നും കൂടി കണ്ട് ഞങ്ങൾ അവസാനിപ്പിച്ച് പോന്നു. പിന്നെയും കുറച്ച് ബേർഡ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. എനിക്കതൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അത്രയും നടന്നു വയ്യാതെ. ഇപ്പോൾ 8000 സ്റ്റെപ്സ് അങ്ങോട്ട് നടന്നു എന്നൊക്കെ ഹസ്ബൻഡ് പറയുന്നുണ്ടായിരുന്നു വാട്സാപ്പിൽ. എല്ലാവരും ട്രിവാൻഡ്രം വരുന്നതിനെ ഒന്ന് പോയി നോക്കി, അടിപൊളിയാണ്, കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടും. ഇനി കുറേ ബർഡ്സും കേജസ്, ഈ പുലീനെയൊക്കെ കേജിലിട്ടിരിക്കുക. എനിക്ക് തോന്നുന്നു അവരുടെ ആ ഒരു സെറ്റപ്പൊക്കെ റിനോവേഷൻ നടന്നുകൊണ്ടിരിക്കുകയെന്ന് തോന്നുന്നു. അതുകൊണ്ട് തന്നെ ഈ അല്ലാത്ത കടുവ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെറിയ കൂടുകളിൽ ഇട്ട് വെച്ചിരിക്കുകയാണ്. വർക്കൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ തന്നെ മാറ്റുമായിരിക്കും. അപ്പം നമുക്ക് ഇവിടെ കുറേ മരങ്ങളും ഉണ്ട് കേട്ടോ. പല പല ടൈപ്പ് ഓഫ് മരങ്ങളുണ്ട്, പേരൊക്കെ എഴുതി വെച്ചിട്ട്. എല്ലാം കാണാൻ നല്ല രസമാണ്. കുട്ടികൾക്കൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും മൃഗങ്ങളെ കാണുമ്പോൾ. നമ്മൾ കാണാത്ത കുറേ ടൈപ്പ് ഓഫ് മൃഗങ്ങളും ബേർഡ്സൊക്കെ നമുക്ക് കാണാൻ പറ്റും. അപ്പം എല്ലാവരും ഒന്ന് ട്രിവാൻഡ്രം വരുമ്പോൾ ഒന്ന് മിസ്സാക്കാതെ നമ്മൾ മസ്റ്റ് വിസിറ്റ് എന്നൊക്കെ പറയാൻ പറ്റുന്ന ഒരു സെറ്റപ്പാണ്. നല്ലൊരു കാര്യമാണ്. എല്ലാവരും പറ്റുകയാണെങ്കിൽ പോയി നോക്കുക. താങ്ക് യു. അടുത്ത വീഡിയോ ആയിട്ട് കാണാം.